ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മല്ലു ഇൻ മിഷിഗൻ. അപ്പോൾ ഇന്നത്തെ വിസിറ്റ് പോട്ടർ പാർക്ക് സൂയിലേക്കാണ്. പോട്ടർ പാർക്ക് സൂ ലാൻസിംഗ് മിഷിഗനിലാണ് ഉള്ളത്. സോ നമ്മൾ എൻട്രൻസ് ഫീസൊക്കെ കൊടുത്തിട്ട് വി ഹാവ് എൻറ്റേർഡ് ദ സൂ. സോ കയറുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ആർട്ടിക് ഫോക്സിനെയാണ്. നല്ല വൈറ്റ് കളർ ഫോക്സ് ആണ്. പിന്നുള്ളത് നോർത്ത് അമേരിക്കൻ റിവർ ഓട്ടറാണ്. സോ ഓട്ടറിനെ നമുക്ക് വളരെ ക്ലോസ് ആയിട്ട് കാണാൻ പറ്റും ഇവിടെ. പിന്നെ ബോൾഡ് ഈഗിൾ ഉണ്ടായിരുന്നു. ഇത് അത്യാവശ്യം വലിയൊരു സൂ തന്നെയാണ്. അപ്പം ഇവിടെ വരുമ്പോൾ എസ്പെഷ്യലി ഇഫ് യു കമ്മിങ് വിത്ത് കിഡ്സ്, സ്ട്രോളർ കൊണ്ടുവരും നല്ലതായിരിക്കും. കുറച്ചധികം നടക്കാനുണ്ട്. ഇതൊരു ഡിഫറെൻറ്റ് ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ആനിമലാണ് ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ട്. ഇതൊരു ക്യാറ്റ് ആണെന്ന് തോന്നുന്നു, കാരണം അതിൻ്റെ ഷേപ്പ് കണ്ടിട്ട് ക്യാറ്റിനെ പോലെയാണ്. ബട്ട് അതിൻ്റെ ഇയറൊക്കെ ഡിഫറെൻ്റ് ആണ്. പിന്നെ അവിടെ ഒരു ഫാമുണ്ട്. അപ്പോൾ ഫാമിൽ നമുക്ക് കോമൺ അനിമൽസ് ലൈക്ക് കൗ, ഗോട്ട് അതൊക്കെ കാണാൻ പറ്റും. സൂവിൽ നമ്മൾ നാട്ടിലൊക്കെ കാണുന്നതിനെക്കാട്ടിലും ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആനിമൽസ് ഇവിടെ ഉണ്ട്. പിന്നെ ഞങ്ങൾ വന്നത് ഈ ജസ്റ്റ് വിൻ്റർ കഴിഞ്ഞ ടൈമിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിൻ്റർ സീസൺ ആകുമ്പോഴത്തേക്ക് പല ആനിമൽസിനെയും അവർ അവിടെ നിന്ന് മാറ്റും, വേറെ സൂയിലേക്ക് കൊണ്ടുപോകും. സോ അതുകൊണ്ട് തന്നെ പല എൻക്ലോഷേഴ്സും അത് എംപ്റ്റി ആയിരുന്നു, ആനിമൽസ് ഉണ്ടായിരുന്നില്ല അവിടെ. നെക്സ്റ്റ് അവിടെ റെപ്റ്റൈൽസിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. സോ ഇവിടെയും പല വെറൈറ്റീസ് ഓഫ് റെപ്റ്റൈൽസിനെ കാണാൻ പറ്റി. സോ അതിലൊന്നാണ് ഈ ഹോൺബിൽ, ട്രംപറ്റർ ഹോൺബിൽ. ശരിക്കും പറഞ്ഞ സൗണ്ട് ട്രംപറ്റ് വായിക്കുന്ന പോലെ ഇരിക്കും ഈ ഹോൺബിലിൻ്റെ. സോ അത് ഞാൻ ആദ്യമായിട്ടായിരുന്നു നേരിട്ട് കാണുന്നതും ആ സൗണ്ട് കേൾക്കുന്നതും. സോ ഇറ്റ് വാസ് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. പിന്നെ പല വെറൈറ്റീസ് ഓഫ് സ്നേക്സ് അവിടെ ഉണ്ടായിരുന്നു. സ്കോർപ്പിയൻസ്, പിന്നെ ട്രീ ബോവ, എമറാൾഡ് ട്രീ ബോവ, ആൻഡ് ദെൻ പോയിസൺ ഡാർട്ട് ഫ്രോഗ്. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കളർ കണ്ടറിയാം, യെല്ലോ കളർ, ഒരു പിങ്കിഷ് റെഡ് കളർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഭയങ്കര പോയ്സണസ് ഫ്രോഗാണ്.
ഇതൊരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് വൾച്ചറാണ്. അതിൻ്റെ ഷേപ്പും അതിൻ്റെ ബീക്കൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം. ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള വൾച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ബ്രൗൺ കളറിൽ അതിൻ്റെ വിങ്സ് ഒക്കെ ഇരിക്കുന്നത്, പക്ഷേ ദിസ് വാസ് വെരി ഡിഫറെൻറ്റ്. പിന്നെ അവിടെ നല്ല പീലി വിടർത്തിയിരിക്കുന്ന പീക്കോക്ക് ഉണ്ടായിരുന്നു. പീക്കോക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ ശരിക്കും പറഞ്ഞാൽ അതിങ്ങനെ കൂട്ടിനകത്തൊന്നുമല്ല ഇട്ടേക്കുന്നത്. നമ്മൾ നടക്കുന്ന വഴിയിലൊക്കെ പീക്കോക്സ് ഉണ്ട്. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമായിരുന്നു പെൻഗ്വിൻസ്. സോ പെൻഗ്വിൻസ് അഗൈൻ ഫസ്റ്റ് ടൈം ആയിരുന്നു കാണുന്നത്. സോ അതും ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. പിന്നെ ഓൾ ത്രൂ ദി സൂ അവർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രീസൊക്കെ പ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി സ്പ്രിങ് ടൈം ആയതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഇഷ്ടംപോലെ മരങ്ങളൂടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ റെസ്റ്റ് റൂം അവൈലബിൾ ആണ്. അതുപോലെ ഈ ട്രീസും ഒക്കെ അവിടെ അവൈലബിൾ ആണ്. ദെൻ ഇത് ഹൈറ്റ് നമുക്ക് നോക്കാനുള്ള സംഭവമാണ്. ഓരോ അനിമൽസ് എത്ര ഫീറ്റ് അത് ജമ്പ് ചെയ്യും എന്നാണ് അവിടെ വെച്ചേക്കുന്ന മാർക്കിംഗ്. സോ നമുക്ക് അനുസരിച്ച് ചുമ്മാ ജമ്പ് ചെയ്ത് നോക്കാം, നമുക്ക് അതേ ഹൈറ്റിൽ എത്തുമോ എന്നറിയാം. ദെൻ കാംഗറൂസ് അഗൈൻ ഫസ്റ്റ് ടൈം ആയിരുന്നു കാണുന്നത്. സോ ഇത് ക്ലോസ് ആയിട്ട് കാണാൻ പറ്റിയില്ല. ഞങ്ങൾ പോയ ടൈം ജസ്റ്റ് നൂണൊക്കെ അടുപ്പിച്ചായതുകൊണ്ടാണോ ഇനി തണുപ്പായതുകൊണ്ടാണോ അറിയില്ല, എല്ലാവരും പിന്നെ ദൂരെയായിരുന്നു കിടന്നിരുന്നത്. ബട്ട് ഇനി അറ്റ്ലീസ്റ്റ് അതൊന്ന് കാണാൻ പറ്റി. സൂ തന്നെ കാണാൻ മൊത്തം നല്ല ഭംഗിയായിരുന്നു. ആൻഡ് ഇതിൻ്റെ പുറത്ത് നമുക്ക് ഒരു പ്ലേ ഏരിയ ഉണ്ട് കിഡ്സിനായിട്ടുള്ളത്. അത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ബാർബിക്യൂ ചെയ്യാനും കുറച്ച് ബെഞ്ചസൊക്കെ അവിടെ ഇട്ടുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് ഇൻകം കൗണ്ടിയിലുള്ള ഒരു ചിൽഡ്രൻസ് പാർക്കിലേക്കായിരുന്നു. സോ ഇവിടെ പാർക്ക് മാത്രമല്ല, കിഡ്സിനുള്ള ഇതുപോലത്തെ കളിക്കുന്ന പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. ആൻഡ് ഓൾസോ അവിടെ ബീച്ചുണ്ട്. പിന്നെ അവിടെ ഒരു ഇങ്ങനെ ഷെഡ് പോലെ ഇട്ടുണ്ടല്ലോ, അതായത് നമുക്ക് ഓരോ ഷെഡും പ്രീ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ കണ്ടക്ട് ഇവൻറ്റ്സ് ദർ. ഇവൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കണ്ട ഒരു ഓൾറെഡി ഞങ്ങൾ പോയപ്പം തന്നെ അവിടെ ഒരു ഷെൽട്ടറിനകത്ത് ബർത്ത്ഡേ പാർട്ടി നടക്കുന്നുണ്ടായിരുന്നു. വേറെ ഷെൽട്ടറിനകത്ത് ലൈക്ക് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഒരു ഗെറ്റ് ടുഗദർ സംതിങ് ലൈക്ക് ദേ വേ ഹാവിങ് ഇറ്റ്. സോ അങ്ങനത്തെ ഫെസിലിറ്റീസ് ഉണ്ട്. ഈ പറയുന്ന പാർക്ക് ഇറ്റ് ഇസ് ആക്ച്വലി വെരി ബിഗ് പാർക്ക്. നമുക്ക് നല്ലൊരു ട്രെയിലുണ്ട്. ഈ ബീച്ചിനെ ചുറ്റി കറങ്ങി പോകാൻ പറ്റുന്ന നല്ലൊരു ട്രെയിൽ, ഒരു പാത്ത് വേ ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ കിഡ്സിന് കളിക്കാനൊരു വാസ്റ്റ് സ്പേഷ്യസ് ഗ്രൗണ്ടാണ് അവിടെ ഉള്ളത്. ഓൾസോ ഫിഷിംഗ് ഒക്കെ ചെയ്യാനായിട്ടുള്ളൊരു സ്പോട്ട് ഉണ്ടായിരുന്നു. ആസ് യു ക്യാൻ സീ നൗ, നമുക്ക് വേണമെങ്കിൽ ചുമ്മാ കുറച്ച് നേരം അവിടെ നിന്ന് സ്പെൻഡ് ചെയ്യാം. ഓർ ഫിഷിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു സ്പോട്ടാണത്. ബീച്ച് ആസ് ഓഫ് നോ ഓപ്പൺ അല്ല. അത് സമ്മർ ആകുമ്പോഴത്തേക്ക് ദേ വിൽ ഓപ്പൺ ഇറ്റ് ടു ദ പബ്ലിക്. So that's it for today. Thank you friends for watching.